ഇപ്പൊ വേറൊരു ട്രെൻഡ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അത് യുവാക്കൾക്കും യുവതികൾക്കിടയിൽ ഈ മെയിൻലി തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഒരു ട്രെൻഡാണ് ഈ പറഞ്ഞ പ്രൊമോഷൻ വേണ്ട, മനസമാധാനം മതി എന്ന്. റീസെന്റ് ഒരു സർവേ നടത്തിയിട്ട് അതിന്റെ ബേസിൽ കണ്ടെത്തിയ കാര്യമാണ് മിക്ക യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഈ പറഞ്ഞ പ്രൊമോഷൻ ഏറ്റെടുക്കാതെ ഒരു സെയിം ഡെസിഗ്നേഷനിൽ തന്നെ മുൻപോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വർക്ക് ലൈഫ് ബാലൻസ്. ഇപ്പൊ വേറൊരു ഡെസിഗ്നേഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊരു സംഭവം താളുന്നില്ല. കാരണം അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു ടീമിനെ ഗൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ടീമിന്റെ പെർഫോമൻസ് അവരുടെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ എത്താം. അതുകൊണ്ട് തന്നെ പല ആളുകളും പ്രൊമോഷൻ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ സെയിം ഡെസിഗ്നേഷനിൽ പോകുന്നു. അപ്പം ഇതിനകത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടാണ്ടാവും. കാരണം അവരിപ്പോൾ കുറേ നാൾ ഈ പറഞ്ഞ ഒരേ ഡെസിഗ്നേഷൻ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആഗ്രഹം എനിക്കൊന്ന് ഒരു സാലറി കുറച്ച് കൂടുതലായിട്ടൊരു ഡെസിഗ്നേഷൻ വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ തന്നെ വേറൊരു ബെറ്റർ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യണം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരേ ഡെസിഗ്നേഷനിൽ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആളുടെ വാല്യൂ നേരെ താഴേക്ക് പോകും. അതുകൊണ്ട് തന്നെ വേറൊരു നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു കമ്പനി ഇപ്പം ചിലപ്പോൾ ഒരു താഴെ നിലയിലുള്ള ഒരു വേക്കൻസി ആയിരിക്കാം. അപ്പം ഇപ്പൊ കമ്പനി ഇപ്പം ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ ചിലപ്പം ഒഴിവാക്കാൻ സാധ്യത ഉണ്ടാവും. എന്നിട്ട് ഒഴിവാക്കണം, പക്ഷേ അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ മടിക്കുക എന്നുള്ളത്. കാരണം നമ്മളുടെ കരിയർ ഗ്രോത്ത് എപ്പോഴും ഇരിക്കുന്ന വെച്ചാൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നതിലൂടെയാണ്. അപ്പം നമുക്കൊരു ടീമിനെ കിട്ടി, ആ ടീമിനെ ഗൈഡ് ചെയ്ത് അവരെ നമ്മുടെ പെർഫോമൻസിങ് ആക്കി, അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് നല്ലൊരു റിസൾട്ട് ഒക്കെ കമ്പനിക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്ക് ഒരു രണ്ട് രീതി സാറ്റിസ്ഫാക്ഷൻ. ഒന്ന്, കമ്പനിക്ക് ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ടാവും, അപ്പൊ നമ്മൾ ത്രൂ. രണ്ടാമെന്ന് വെച്ചാൽ ടീമിലെ ഓരോ വ്യക്തികൾക്കും നമ്മൾ ത്രൂ ഡെവലപ്മെന്റ് ഉണ്ടാവും. കാരണം അപ്പൊ നമുക്ക് ആ ഡെവലപ്മെന്റ് നമ്മളുടെ ഒരു പെർഫോമൻസിനെ മാക്സിമം അഫക്ട് ചെയ്യും. അപ്പൊ ബൈ ഫ്യൂച്ചർ ഇന്ന് നിൽക്കുന്ന ഓരോ ആൾക്കാരും നോക്കിയാൽ മതി. അപ്പം ഒരു ചെറിയൊരു സെയിൽസ് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് ഇന്ന് പല കമ്പനികളുടെ പല തലപ്പത്തായിട്ടിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഗ്രോത്ത് കൃത്യമായിട്ട് അവരെ ക്യാച്ച് ചെയ്ത് കൃത്യമായിട്ട് മുൻപോട്ട് പോകുന്നതുകൊണ്ട് അവർക്ക് ബൈ ഫ്യൂച്ചർ നല്ലൊരു ഡെസിഗ്നേഷനിൽ എത്താൻ പറ്റും. നമ്മളെന്നും ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ അത് വേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ പ്രഷർ അല്ലെങ്കിൽ ഈ റിസ്ക് എടുക്കാതെ നമുക്ക് ഒരിക്കലും മുൻപോട്ടേക്ക് പ്രോപ്പറായിട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ അങ്ങനെ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈഫിൽ കുറച്ച് ബെറ്റർ ഉണ്ടാകും. കാരണം നമുക്ക് സാലറി വൈസ് ബെറ്റർ ഉണ്ടാവണം, നമ്മുടെ കരിയർ വൈസ് ബെറ്റർ ഉണ്ടാവണം. ബൈ ഫ്യൂച്ചർ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഇന്ന ഡെസിഗ്നേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്ന ഡെസിഗ്നേഷൻ ഇരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കും. ബൈ ഫ്യൂച്ചർ നമുക്ക് പറയാൻ കഴിയും നമ്മൾ ഇന്ന റിസ്ക് എടുത്ത് അല്ലെങ്കിൽ ഇന്ന ലെവലിലേക്ക് വന്നതുകൊണ്ട് ഇന്നൊരു ഡെസിഗ്നേഷൻ എത്താൻ കഴിഞ്ഞ് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ വേണ്ടതെങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ കിട്ടുന്ന പ്രൊമോഷൻസ് അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ ഡെസിഗ്നേഷൻസ് നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ ഒരു ഫ്രീഡത്തിന്റെ പേരിൽ നിങ്ങൾ എടുക്കാതിരിക്കരുത്. നല്ല ഓപ്പർച്യൂണിറ്റീസ് ബൈ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്.